നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ കോണ്ടേഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ്. നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് കണിയാപുരം ശ്രുതി കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വീട് വരെയുള്ള ട്രാവൽ ബ്ലോഗാണ്. നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ അവസ്ഥ അറിയാൻ പാടില്ല. ഒരു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറുന്ന എന്തായിരിക്കും അവസ്ഥ നമുക്ക് പോയി കാണുമ്പോൾ അറിയാം. ചെറുതായിട്ട് മാക്സിമം ലെങ്ത് കുറച്ചെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് പോയി ട്രാവൽ ചെയ്യാം. ബ്ലോഗ് എടുക്കാം. അപ്പം എല്ലാവരും ആദ്യം ഓടി ആദ്യം ചേച്ചി കിടക്കണം ആദ്യം ചേച്ചി പോയി. അപ്പം കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്ത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ബ്ലൂ ലൈം എന്തെങ്കിലും ജ്യൂസ് ഫുള്ള് ലൈം അപ്പൊ 5 ലൈം ജ്യൂസ്, ഒരു ചോക്ലേറ്റ് ഷേക്ക്, 2 നിനക്കെന്തൊന്നും വേണ്ടേ? ഓറഞ്ചോ ഇപ്പം എന്തായാലും ഓർഡർ ചെയ്യട്ടെ കഴിച്ച്, എന്നിട്ട് ബാക്കി നോക്കാം. അപ്പം കഴിച്ച് എല്ലാവരും കഴിച്ച് കുടിച്ചു തുടങ്ങി, തീർന്നിട്ട് ഇവിടെയൊക്കെ തീർന്നു. ഇവിടെ ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് ആയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഇവിടെ എല്ലാവരും കഴിച്ചോണ്ടെങ്കിൽ ഞാൻ കഴിച്ച് നോക്കാം. അപ്പോൾ ഫൈനൽ കഴിച്ച് ഞങ്ങൾ ബസ് കയറി ഇവിടെ നിന്ന് തിരുവനന്തപുരം ബസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ബസ് പോയിട്ട് അവിടെ നിന്ന് മീനാങ്കിൽ വണ്ടിയെല്ലാം കിട്ടിയാൽ രക്ഷപ്പെട്ട്. അപ്പോൾ എന്തായാലും നോക്കാം കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും ബസ് കയറി കഴിച്ച് നമ്മളിപ്പം ഏകദേശം കാര്യവട്ടം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടി പോകാനുണ്ട്, ഇത്തിരി കൂടി ദൂരമുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തും എന്നറിയില്ല. അപ്പോൾ എന്തായാലും മീനകൾ വണ്ടി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഇവിടെ ശരിക്കും വേറെ ഒരു വൈബായിരുന്നു കേട്ടോ. ശരിക്കും പോകാനായിട്ട് ആയാലും വന്ന സമയത്തും പിള്ളേരൊക്കെ ഭയങ്കര കമ്പനിയും ഒരു പ്രത്യേകത ഒരു ഇതായിരുന്നു. കാരണം നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈബ് കിട്ടും എന്നൊക്കെ പറയും പോലെ ആയിരുന്നു. എനിവേ കുറേ നാളുകൾക്ക് ശേഷം കൂടെ പഠിച്ച ആൾക്കാരും അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളും ഒക്കെ പറയാം. ആർജി അത് പറയുമ്പോൾ ആർജി ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഗൈസ്, ഏറ്റവും ബാക്കിലാണ് ആർജി ഇരിക്കുന്നത്. ആർജി പോയിട്ട് ആർജയ്ക്ക് സീറ്റ് ഏറ്റവും ബാക്കിലാണ് കിട്ടിയത്. എനിക്ക് ഫ്രണ്ടിൽ എന്തായാലും ഇരിക്കാൻ സീറ്റ് കിട്ടിയത് വലിയ ഉപകാരം. എന്തായാലും ബാക്കി കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ തന്നെ ഇവിടെ രാത്രി റോഡിൽ ബ്ലോക്കാണ്. നമ്മൾ തന്നെ ഇവിടെ നിൽക്കുകയാണ് രാത്രിയായിട്ട് നോക്കാം. ഫൈനൽ കേസ് ഞങ്ങൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് തന്നെ ആര്യനാട് നെടുമങ്ങാട് ബസ് കിട്ടി. ഞങ്ങൾ അതിൽ കയറി ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ചാരുമൂട് അവിടെ എത്തി വീട്ടിലെത്തണം, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഫൈനൽ കേസ് നമ്മളിവിടെ നിന്ന് ബസ് സ്റ്റാൻഡ് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ചാരുമൂട്ടി, നമുക്ക് ബസ് കിട്ടിയ ചാരുമൂട്ടിക്കാണ്. ഇവിടെ നിന്ന് നേരെ ചാരുമൂട്ടിലേക്ക് പോകാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് ഫാൻസൊക്കെ വന്ന് നമ്മൾ കണ്ട് പരിചയപ്പെട്ടായിരുന്നു. ഫ്രണ്ടിൽ പോകുന്നത് കൊല്ലം ആറ്റിൻ്റെ ബസ്. ഓക്കെ, നമുക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കാരണം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എത്തിയിട്ട് വേണം നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയാം നമ്മൾ വീടെത്തിയിട്ട്. അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും നമ്മൾ വീടെത്തിയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതും ഒന്ന് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ പോകണം. ചാരുമൂട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി കിട്ടുമോ നോക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തായാലും നോക്കാം. ഇവിടെ തൊട്ട് ബാക്കിലാണുള്ളത്. കുഴപ്പമില്ല. ഞാനിന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ണൊക്കെ ഇട്ടു. പക്ഷേ ഞാൻ ചേച്ചിയായിട്ട് പറഞ്ഞ് കണ്ണൊക്കെ നൈറ്റ് ഭയങ്കര പൊളിയാണ്. കാരണം ഒരു വല്ലാത്ത
ചിലയിടത്തൊക്കെ ലൈറ്റ്സൊക്കെ പൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമാണ്. അതൊക്കെയാണ് ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ലൈറ്റ്സൊക്കെ നല്ല രസമാണ് കാണാൻ. കുഞ്ഞു കടകളായാലും ഇതുണ്ട്, ചെറിയ ചെറിയ കടകളാണെങ്കിലും കാണാനായിട്ട് ഒരു പ്രത്യേകത രസമാണ്. സ്വന്തമായി വണ്ടിയില്ലാത്തതിൻ്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. രാത്രിത്തെ വ്യൂ ആണ് പൊളി. എല്ലായിടത്തും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട് ദേഷ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ വരും. എനിക്ക് ഈ പള്ളി എത്ര കണ്ടാലും വരത്തില്ല ദേഷ്യം. എന്ത് രസമാണെന്ന് അറിയാമോ, അടിപൊളിയാണ്. ബ്ലോക്കായി അങ്ങനെ സിഗ്നൽ വിട്ടിരിക്കുന്നു ഗൈസ്. നമ്മളെ സൂ, നമ്മളെ മ്യൂസിയം രാത്രി കാണാൻ നല്ല സ്ഥലം. പക്ഷെ രാത്രി നമുക്ക് എൻട്രി ഇല്ലല്ലോ. നടക്കാനും ഓടാനും ചാടാനും ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ എൻട്രി. അതാണ് എന്തായാലും എല്ലായിടത്തും ആൾക്കാരുണ്ട്, നല്ല തിരക്കുമാണ് നോക്കാൻ ഗൈസ്. അപ്പോൾ ഫൈനലി ഗൈസ് ഞങ്ങൾ നെടുമങ്ങാട് നെടുമങ്ങാട് സ്റ്റാൻഡിൽ കയറിക്കൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. സ്റ്റാൻഡിനകത്ത് ബ്ലോക്കാണ്. ബ്ലോക്ക് അവിടെ പോലും കുറവില്ല. അപ്പോൾ ഫൈനൽ ഗൈസ് നമ്മൾ ചാരുമൂടത്തിരിക്കുകയാണ്. സ്വന്തം ഇതാണ് ചാരുമൂട്ടിൻ്റെ പ്രതീകമായ നമ്മുടെ സ്റ്റാച്യു. ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നേരെ വീട്ടിലോട്ടാണ് ഗൈസ്. നമുക്ക് ഓട്ടോ കിട്ടി, എന്തോ ഭാഗത്തിന് ഓട്ടോ ഉണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എൻ്റെ മുന്നോ വീട്ടിൽ പോയിട്ട് കിടന്നു. ആർജ ഇവിടെ എന്തോ സംഭവം പോലെയൊക്കെ ഇരിക്കുകയാണ്. ആർജയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിനി നേരെ വീട്ടിലോട്ടാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ. ഫൈനലി ഗൈസ് നമ്മൾ നമ്മളെ മല കയറാൻ വേണ്ടി പോവുകയാണ്. മല നമ്മളെ വീട്ടിലോട്ടുള്ള വഴിയാണ് ഗൈസ്. ഈ കാണുന്ന രണ്ട് ഫസ്റ്റ് കയറ്റത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വീടില്ല. ഇതാണ് നമ്മളെ രാത്രിത്തെ അവസ്ഥ. ഒരു പ്രാതാലയം പോലെയാണ് ഗൈസ് നമ്മുടെ രാത്രിത്തെ അവസ്ഥ. പ്രാതങ്ങളെ പോലെ കാണുന്നതാണ്. വണ്ടി വലിഞ്ഞ് കയറാണ് ഗൈസ്, വലിഞ്ഞ് കയറാണ്. ഇപ്പോൾ അത് താഴത്തെ 2 വീട് കഴിഞ്ഞാൽ പിന്നുള്ളത് ഈ വീടാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വീടുണ്ട്. എൻ്റെ അമ്മേ, ഇവിടെയൊക്കെ കുറച്ച് വെളിച്ചമെങ്കിലും കാണും ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ വെളിച്ചവും ഇല്ല, വെട്ടവും ഇല്ല, ലൈറ്റും ഇല്ല. ഈ ഒരു പോസ്റ്റിലാണിപ്പോൾ നമ്മൾ ലൈറ്റ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ലൈറ്റ് കാണണമെങ്കിൽ കുറച്ച് ഇവിടെ അപ്പുറത്തോട്ട് പോകാം. ഫോട്ടോയ്ക്ക് കുറ്റാക്കൂര് കിട്ടാണ്. നമുക്ക് മാത്രമേ ഉള്ളൂ.
ഇനി ഇങ്ങോട്ട് വീടൊന്നുമില്ല, നിഗൂഢമാണ്. എന്തോ ആ ഇത്രയും സ്ഥലത്തുനിന്ന് ഇനി ഉള്ളത് ഇത് ഈ ലാസ്റ്റ് പോസ്റ്റുമായിട്ട് ഇവിടെയും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിലോട്ട് വെട്ടമില്ല. ഇവിടെ പോസ്റ്റിൽ വെട്ടം മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റോട്ടോ അങ്ങനെ പറഞ്ഞു. അങ്ങോട്ടൊക്കെ പോകുന്നത് എന്തൊരു സാധനമാണ്. നിഗൂഢമായ വഴി കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ രാത്രിയൊന്നും ഒരു പോസ്റ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത സ്ഥലം. മാമ ഈ പോസ്റ്റിൻ്റെ അവിടെ നിർത്തിയാൽ മതിയേ. ആ ഞങ്ങള് ഇനി ആ കുഴിയിലോട്ട് ഇറങ്ങി പോണം മാമ. ലൈറ്റൊന്നും ഇല്ല, ഫോണിലെ ലൈറ്റും കൊണ്ട് പോണം. അപ്പൊ ഫൈനൽ കേസ് നമ്മൾ വീടെത്തിക്കഴിഞ്ഞു. യെസ് യെസ്, ചക്ക ഇവിടെ തന്നെ ഉണ്ട്, ആരും കൊണ്ടൊന്നും പോയില്ല. നോക്ക് ഗൈസ്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലന്തിയൊക്കെ വല കിട്ടി. ഡ്രസ്സിലൊക്കെ അലക്കിയിട്ട് ഡ്രസ്സിലൊക്കെ ചിലന്തി വല കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വാലൊക്കെ തുറന്ന് ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതാണ് ആദ്യം അതിഥികളെ പുറത്തിറക്കുക. അല്ല ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. വീട്ടിലെ അതിഥികളെ പുറത്തിറക്കണം. അതന്നെ പായ കുടയും പറയും എന്തൊക്കെ അതിഥികൾ ഉണ്ടെന്ന്. പാമ്പുണ്ടോ, തേളുണ്ടോ, പഴുതാരുണ്ടോ എന്നൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീട് താമസം വീണ്ടും കാണാം. ബൈ ഫ്രം ആർജി ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിന്ന് നമ്മുടെ 3 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. പയ്യന്മാർ നമ്മുടെ സംസാരിച്ചു. നിങ്ങൾ നമ്മളോട് കാണാൻ നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഹാപ്പി. നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു, ഹോസ്പിറ്റൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എന്തായാലും അവർക്കും കാണാൻ വേണ്ടി കണ്ടു, പക്ഷെ മിണ്ടാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് പട്ടത്ത് വെച്ച് ഞങ്ങൾ ബസ്സിൽ വെച്ച് പയ്യൻ താഴ്ത്തുന്നുണ്ട്. അവൻ ബൈക്കിലായിരുന്നു. ഫോൺ അടിച്ച് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യം കേട്ടിട്ടില്ല. സോറി ബ്രോ. മച്ചാനൊരു സോറി മച്ചാനെ. നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഒരുപാട് മീറ്റപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മീറ്റപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ ഫ്രം ആർജി ഗൈസ്. താങ്ക് യു. ഗുഡ് നൈറ്റ് ഗൈസ്. ഞങ്ങള് രാത്രി ഇപ്പം മണി എനിക്ക് തോന്നുന്നു സമയത്ത് മണി 9:30 കഴിഞ്ഞു ഗൈസ്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.